നമസ്കാരം. കാലടി ശ്രീശങ്കര കോളേജ് വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ അശ്ലീല ഫേസ്ബുക്ക് പേജുകളിലിട്ട സംഭവത്തിൽ മുൻ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോളേജിലെ SFI നേതാവായിരുന്ന രോഹിത്തിനെതിരെയാണ് കാലടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. കോളേജിലെ 20ഓളം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ ഇയാൾ വിവിധ അശ്ലീല ഗ്രൂപ്പുകളിൽ പങ്കുവെച്ചതായിട്ടാണ് സംശയമുള്ളത്. രോഹിത്തിന്റെ 2 ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കേരള പോലീസ് ആക്ടിലെ 119B വകുപ്പ് പ്രകാരം കേസെടുത്ത സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവെന്നും അന്വേഷണം നടന്നു വരികയാണ് എന്നുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ SFI ഭാരവാഹിയായിരുന്നു ഇയാളെന്നതാണ് പരാതിക്കാരി നൽകിയിരിക്കുന്ന വിവരം. കോളേജിന് സമീപത്ത് തന്നെയാണ് ഇയാളുടെ വീടെന്നും പഠിച്ചിറങ്ങിയിട്ടും ഫോട്ടോഗ്രാഫറായ ഇയാൾ കോളേജിലെ പരിപാടികൾക്ക് പോലും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നും പരാതിക്കാരി പറയുന്നു. എന്തായാലും CPM നേതാക്കന്മാർക്ക് ഇത് കണ്ടകശനിയാണ് എന്നതാണ് തോന്നുന്നത്. CPM നേതാക്കന്മാർ ചെയ്തു വെക്കുന്ന സകലമാന ഉഡായിപ്പുകളും ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരുടെ ഉഡായിപ്പുകൾ പുറത്തു വരുന്നു എന്നത് മാത്രമല്ല, കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയും പോലെ എല്ലാം പാർട്ടിക്ക് കൃത്യമായി കൊള്ളുന്നുണ്ട്, പാർട്ടിയെ കൃത്യമായി നാറ്റിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യം. ആക്രമണ സംഭവങ്ങളും വധഭീഷണിയും നിയമന വിവാദവും തുടങ്ങി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് CPMനെ വെട്ടിലാക്കി CPMന് മറുപടി നൽകാൻ പോലും സാധിക്കാത്തതും പരിഹരിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങളും വിവാദ റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേസ് കൂടെ. നിലവിൽ പാർട്ടി തിരുത്തൽ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും എവിടെ നിന്ന് തിരുത്തി തുടങ്ങുമെന്ന ആശങ്ക കൂടെ ഇപ്പോൾ സഖാക്കന്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി നേതാക്കൾ അറിഞ്ഞും അറിയാതെയും നടത്തുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് CPM നേതാക്കന്മാർ ആകെ അങ്കലാപ്പിലായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും പരിഹരിച്ചാൽ തീരാത്തത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ സാധിക്കുന്നില്ല. മറുപടി പറയുന്നതാണെങ്കിൽ വീണ്ടും വീണ്ടും വിമർശനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി നേരിടേണ്ടി വന്നിരുന്ന CPM നേതാക്കന്മാർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഓരോ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. പാർട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ട് CPM നേതാക്കന്മാർ ഓരോരുത്തരായി രംഗത്തേക്ക് എത്തുന്നു. ചിലർ പാർട്ടി വിടുന്നു. CPMനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. പിന്നെ അവിടെ നിന്ന് CPIയും ഇടതുമുന്നണിയിലെ CPIയും CPMും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അത് പോരാഞ്ഞ് സഖാക്കന്മാർ, അതായത് കുട്ടി സഖാക്കന്മാർ, SFI വിദ്യാർത്ഥികൾ ക്രമരാഷ്ട്രീയം കൊണ്ട് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതേപോലെ തന്നെ ഇന്ന് ആകാശ് തില്ലങ്കേരി എന്നുള്ള വ്യക്തി നിയമലംഘനം നടത്തി പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നു. അതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തെ പ്രശ്നങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ എവിടെ നിന്ന് തിരുത്തുമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മുമ്പോട്ടും ജനങ്ങൾ കാണും, മനസ്സിലാക്കും, വിലയിരുത്തും എന്നതൊക്കെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും CPM ഇടതു മുന്നണി സംബന്ധിച്ച് വലിയ പോരാട്ടം തന്നെയാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് CPMന് തിരുത്തൽ നടപടി എന്ന് പറയുമ്പോൾ ചെയ്തു തീർക്കേണ്ട കടമ്പകൾ ഒരുപാട് ബാക്കിയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചില നേതാക്കന്മാരുടെ വിവേകമില്ലായ്മയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്.